നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ തന്നെ സൂര്യദേവൻ്റെ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം ശ്രീ സൂര്യക്ഷേത്രം. അവിടെയാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഈ ഒരു സൂര്യപ്രതിഷ്ഠയുള്ള ഒരു കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. അപ്പോൾ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യദേവ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യക്ഷേത്രം. പല ക്ഷേത്രങ്ങളിലും സൂര്യനെ ഉപദേവനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ദേവതയായി സൂര്യനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭാരതത്തിലെ തന്നെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദിത്യപുരത്തേത്. ത്രേതായുഗം മുതൽക്കേ ഇവിടെ സൂര്യദേവൻ്റെ പ്രതിഷ്ഠ ഉള്ളതായി ഐതിഹ്യങ്ങൾ പറയുന്നു. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ പടിഞ്ഞാറേക്ക് ദർശനമായി ധ്യാനത്തിലിരിക്കുന്ന രീതിയിലുള്ള അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെ. ചതുർബാഹുവായി പത്മാസനസ്ഥിതനായി ശംഖും ചക്രവും ഓരോ കൈയിലും മറ്റു 2 കൈകൾ തപോമുദ്രയിൽ മടിയിൽ വെച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭാവത്തിലുമുള്ള പ്രതിഷ്ഠാവിഗ്രഹം ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉപദേവതയായി യക്ഷിയും ശാസ്താവും ഇവിടെയുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയിൽ തച്ചുശാസ്ത്രത്തിൻ്റെ പെരുമയിൽ നിലകൊള്ളുന്ന മഹാക്ഷേത്രം തന്നെയാണ് ഇത്. പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് മറ്റു ദേവഗണങ്ങളെ അപേക്ഷിച്ച് സൂര്യന് മാത്രമേ പ്രത്യക്ഷ രൂപം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ശക്തി മറ്റു ദൈവങ്ങൾക്കുള്ള അത്രയും മാത്രമായിരുന്നു സൂര്യനും ഉണ്ടായിരുന്നത്. ഇതിൽ പരാതിയുള്ള സൂര്യദേവൻ തപസ്സു ചെയ്ത് മഹാമായയെ പ്രത്യക്ഷപ്പെടുത്തുകയും 6 നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദിത്യനുണ്ടാകട്ടെ എന്നും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. അന്ന് തപസ് അനുഷ്ഠിച്ച് കൊണ്ടിരുന്ന അതേ രൂപത്തിലാണ് സൂര്യഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാപ്പിക്കാട് മരങ്ങാട്ട് മനയിലെ ഒരു നമ്പൂതിരി കഠിന തപസ്സിലൂടെ സൂര്യദേവനെ പ്രസാദിപ്പിച്ചുവെന്നും സൂര്യൻ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടുവെന്നും അതനുസരിച്ച് സൂര്യദേവൻ്റെ കൽപ്പന പ്രകാരമാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ഐതിഹ്യം.
എണ്ണ വലിച്ചെടുക്കുന്ന പ്രത്യേക തരത്തിലുള്ള ശിലയാണ് സൂര്യദേവൻ്റെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ എണ്ണ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹത്തിൽ എണ്ണയുടെ ഒരംശം പോലും കാണുവാൻ സാധിക്കില്ല. അതേപോലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രക്തചന്ദനമാണ് ഇവിടുത്തെ പ്രസാദം. ഇവിടെ മാത്രമേ ഇത്തരത്തിലൊരു പ്രസാദം വിശ്വാസികൾക്കായി നൽകാറുള്ളൂ. ആദിത്യപുരം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുക വഴി നിരവധി അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് വിശ്വാസം. ആദിത്യപൂജയാണ് ഇവിടുത്തെ പ്രധാന പൂജ. ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും നെയ്യും മഷിയും പ്രത്യേക രീതിയിൽ ചേർത്തുണ്ടാക്കുന്ന കൂട്ട് കണ്ണിൽ ലേപനം ചെയ്താൽ നേത്രരോഗങ്ങൾ മാറുമെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിലെ പാണ്ടും വെള്ളയും മാറുവാൻ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന രക്തചന്ദനം ശരീരത്തിൽ പുരട്ടിയാൽ മതിയെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ആദിത്യദേവൻ്റെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായി ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇതിവിടെ വന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. കൊല്ലവർഷം 1050 ദുർഗാ പ്രതിഷ്ഠ നടന്നത്. ഈ ക്ഷേത്രത്തിന് അല്പം കിഴക്ക് മാറി കക്കത്തുമല എന്ന സ്ഥലത്ത് ഒരു ദേവീക്ഷേത്രം ജീർണാവസ്ഥയിൽ ഉണ്ടായിരുന്നു. ആ ദേവീ വിഗ്രഹത്തെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ശ്രീകോവിലിൻ്റെ പുറകിലെ ഭിത്തിയിൽ കിഴക്കോട്ട് ചാരി വെച്ച് പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു വന്നു. കാലങ്ങൾക്ക് ശേഷം ദേവി ചൈതന്യത്തെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രത്യേകം മാറ്റി പ്രതിഷ്ഠിക്കുവാനായി പാഴൂർ പടിപ്പുരയിൽ ചെന്ന് രാശി വയ്ക്കുകയും അതനുസരിച്ച് ദേവി ഇപ്പോൾ ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്നും അവിടെ തന്നെ പ്രതിഷ്ഠിച്ച പൂജാദികൾ തുടർന്നാൽ മതിയെന്നും കണ്ടു. തുടർന്ന് ഇന്ന് കാണുന്ന അംഗങ്ങൾ പണിത് ദേവിയെ പ്രതിഷ്ഠിച്ചു. നേപ്പാളിലും മറ്റും ധാരാളമുള്ള ഒരു രുദ്രാക്ഷ വൃക്ഷവും ഇവിടെയുണ്ട്. ദ്വിമുഖവും ത്രിമുഖവുമുള്ള രുദ്രാക്ഷ കായകളാണ് ഇതിൽ ഉണ്ടാകുന്നത് എന്നും ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഞായറാഴ്ചകളാണ് ഇവിടുത്തെ പ്രധാനം. വൃശ്ചികത്തിലെയും മേടത്തിലെയും അവസാനത്തെ ഞായറാഴ്ചകൾ കൂടുതൽ പ്രധാനമുള്ളതാണ്. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിലകൊള്ളുന്ന മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അതിപ്രധാനം. ആ ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന കാവടി അഭിഷേകത്തിന് മരങ്ങാട്ട് കുടുംബത്തിലെ ഒരാളെങ്കിലും കാവടി എടുത്തിരിക്കണമെന്നതാണ് നിബന്ധന. അത് നിർബന്ധമാണ്. കർക്കിടകവാവ്, 10-ാം ഉദയം തുടങ്ങിയ ദിവസങ്ങളിലും നാനാദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും സൂര്യദേവൻ്റെ അനുഗ്രഹത്താൽ സർവ്വവിധ ഐശ്വര്യവും സിദ്ധിക്കുന്നു എന്നാണ് വിശ്വാസവും അനുഭവവും. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്ത് ഇരവിമംഗലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് 3 കിലോമീറ്ററും ഏറ്റുമാനിൽ നിന്ന് 17 കിലോമീറ്ററും വൈക്കത്ത് നിന്ന് 16 കിലോമീറ്ററും സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. ചണ്ഡമുണ്ട നിശൂദിനി ജഗദംബികേ സുരവന്ദിതേ. ചണ്ഡമുണ്ട നിശൂദിനി ജഗദംബികേ സുരവന്ദിതേ. ചണ്ഡമുണ്ട നിശൂദിനി ജഗദംബികേ സുരവന്ദിതേ. ചണ്ഡമുണ്ട നിശൂദിനി ജഗദംബികേ സുരവന്ദിതേ. ചന്ദ്രശേഖര നന്ദിനി ശ്രീബാലചന്ദ്ര നമോസ്തുതേ. ചണ്ഡമുണ്ട നിശൂദിനി ജഗദംബികേ സുരവന്ദിതേ. ചന്ദ്രശേഖര